അപ്പോൾ ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ബൈക്ക് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നോർമലി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വണ്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്തായിരുന്നു, ഒരു വണ്ടി കൊട്ടാരം എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് നല്ലൊരു റെസ്പോൺസാണ് കസ്റ്റമർ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ ഷോപ്പിലുള്ള എല്ലാ വണ്ടികളെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ ഹോണ്ടയുടെ ബൈക്ക്, സ്കൂട്ടേഴ്സ്, പിന്നെ ബജാജിൻ്റെത്, KTMൻ്റെത്, യമഹേറത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാ വണ്ടികളും ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലിപ്പോൾ സ്റ്റോക്ക് ഏകദേശം ഒരു 200 വണ്ടിയോളമാണ് നമ്മളതിലിപ്പോൾ സ്റ്റോക്കായിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50-60ഓളം സ്കൂട്ടേഴ്സും ബാക്കി ബൈക്ക് സെഗ്മെൻറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇനിഷ്യലി അപ്പോൾ ഒരുപാട് പേര് വണ്ടികളുടെ ഫുള്ള് വീഡിയോ, ഫോട്ടോ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ടയുടെ വണ്ടികളാണ്. ഹോണ്ടയുടെ വണ്ടി എന്ന് പറയുമ്പോൾ ഇത് 2019 മോഡൽ ഹോണ്ട ആക്റ്റീവയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 68 രൂപയാണ്. അതോടൊപ്പം ഇത് 2017 ആക്റ്റീവ 125 വെറും 31,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 48 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടി നമുക്കൊരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഹോണ്ടയുടെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഡിയോയാണ്. ഡിയോയുടെ മോഡൽ വന്നിട്ട് 2017 മോഡലാണ്. 2019 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58,000 രൂപയാണ്. അപ്പോൾ വണ്ടി ഇതിൽ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നീറ്റ് ആൻഡ് ക്ലീൻ, ഏത് വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അത് എടുക്കുന്ന സമയത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഹോണ്ട ഡിയോ BS6 മോഡലാണ്. ഇത് സ്റ്റാൻഡേർഡ് മോഡലാണ്. ഇത് വന്നിട്ട് ഡീലക്സ് ആണ്. രണ്ടും 22 മോഡലാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ്, നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 84,000 രൂപയാണ്. അപ്പോൾ 84 എന്നുള്ളൊരു വില കേട്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട. കാര്യം ഇത് നീറ്റ് ക്വാളിറ്റിയിലുള്ള കണ്ടീഷൻ വണ്ടികളാണ്. BS6 സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. കിലോമീറ്ററൊക്കെ 10,000-നകത്ത് മാത്രമാണ് ഇതിന്റെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷ് വണ്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ 1,09,000, 5,000 ഒക്കെ പ്രൈസ് വരുന്ന വണ്ടിയാണ്. വെറും തുച്ഛമായ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഒരു 15 രൂപ 20 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്വന്തമാക്കാം. ഇത് ഡിജിറ്റൽ മീറ്റർ, LED എല്ലാം വരുന്നതാണ്. ഇത് നോർമൽ മീറ്റർ, ഹാലജൻ ബൾബ് വരുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ പറയുന്ന വണ്ടികളിൽ എല്ലാത്തിലും തന്നെ ക്യാഷ് ഡിസ്കൗണ്ട്, ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓഫറാണ്. ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഇതേപോലത്തെ ഒരു വണ്ടിയാണ് നമ്മളെ എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 2,000 ക്യാഷ് ഡിസ്കൗണ്ട് ഉൾപ്പെടെ വരുന്നതാണ്. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോയുടെ മാസ്ട്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. 2018 മോഡൽ വണ്ടിയാണ് ഇതും. അപ്പോൾ ഈ രണ്ട് വണ്ടിയും നമുക്ക് പ്രൈസ് വരുന്നത് വെറും 38,000 രൂപയാണ്. നിങ്ങൾക്കൊരു 5,000 രൂപ, വെറും 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വണ്ടിയിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ അടുത്ത് ഹോണ്ടയുടെ വണ്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട ഏവിയേറ്റർ 2016 മോഡൽ. ഇതിപ്പോൾ നമ്മൾ റീപെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 42,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഉൾപ്പെടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ വെസ്പേര ഒരു മോഡൽ നമുക്ക് പരിചയപ്പെടുത്തി തരാം. വെസ്പേര ഒരു ലോ ബഡ്ജറ്റ് മോഡലാണ് ഈ ഇരിക്കുന്നത്. 2013 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 30,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റെഡി പേയ്മെൻറ്റിൽ തന്നെ എടുക്കണം. ഇതൊരു ലോ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ വെസ്പ എന്ന് പറയുന്ന നല്ലൊരു ബ്രാൻഡ്, വെറൈറ്റി ആയിട്ട് നമുക്ക് റോട്ടിൽ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. വെറും 30,000 രൂപ മാത്രമാണ്. ഈ ഇരിക്കുന്നതിൽ ഏത് വണ്ടി നിങ്ങൾ എടുത്താലും ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു തരും. ഓക്കെ. അപ്പോൾ അതേപോലെ ഒരു ടോപ്പ് എൻഡ് 2 വെസ്പ ഇരിപ്പുണ്ട്. ഒന്ന് VX ആണ്, ഒന്ന് LX ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം 68,000 രൂപയാണ് വരുന്നത്. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വെസ്പയുടെ റെഡോ മാറ്റ് ബ്ലാക്കോ ഏത് വണ്ടി വേണോ കൊണ്ടുപോകും. അത് അലോയി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അത് മാത്രമല്ല, റൈഡിങ് കംഫോർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്പ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാര്യം ആ വണ്ടി ഓടിക്കാനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാറ് ഇരുന്ന് പോകും പോലെ ഇതൊക്കെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോൾ വെയിറ്റ് കുറഞ്ഞ ഒരു മോഡൽ കൂടിയ വണ്ടിയാണ് നമ്മൾ വീട്ടിൽ വൈഫിനോ സിസ്റ്റേഴ്സിനോ ഒക്കെ എടുത്തു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളതിലുള്ള ഒരു മോഡലാണ് പ്ലഷർ. ഇത് BS6 മോഡലാണ്. 2019 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് ഏകദേശം 62,000 രൂപ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസാണ്. അതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം വരും. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. ലോ കിലോമീറ്ററാണ്. അതും നമുക്കൊരു 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകുന്നതാണ്.
പിന്നെ ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് യമഹേര റാലി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. യമഹേര റാലി സ്ട്രീറ്റ് 2019 മോഡലാണ്. ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്കൊരു ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് തരാം. 2019 മോഡൽ യമഹ റാലി സ്ട്രീറ്റ് നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമറിന് നമുക്ക് വെറും 45,000 രൂപയ്ക്ക് നമുക്ക് സെയിൽ തരാം. ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. അതിനുശേഷം ഇരിക്കുന്ന ഹോണ്ട ആക്റ്റീവ 2020 മോഡലാണ്, 2020 മോഡലാണ്. അതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 68 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 20,000 ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റും. അത് പിന്നെ ഡീലക്സ് വണ്ടിയാണ്, അതായത് LED ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആക്റ്റീവയാണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി വണ്ടികൾ ഇങ്ങനെ അടുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. 58,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഫൈനൽ വന്നിട്ട് ഒരു 56-നൊക്കെ അത് ചെയ്തു തരാൻ പറ്റും. വെറും 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് മാത്രം മതി നിങ്ങൾക്ക് ആ വണ്ടിയോടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട്. അതോടൊപ്പം ഡിയോയുടെ മോഡൽ 2017 ആണ്. അത് നമുക്ക് ഫൈനൽ പ്രൈസ് വന്നിട്ട് 46-ന് നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഹോണ്ട ആക്റ്റീവ അത് 2017 മോഡൽ, സെയിം മോഡൽ തന്നെയാണ്. അത് 58-ന് നമുക്ക് ചെയ്തു തരാം. പിന്നെ വേറൊരു അടിപൊളി സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് 2023 XL100 ആണ്. ചെറിയ രീതിയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ഈ വണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ വണ്ടി പോകുന്നതിന് പകരം അതിൻ്റെ ഹാഫ് പ്രൈസിൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. ഏകദേശം 88,000 രൂപ പുതിയ വണ്ടി പ്രൈസ് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വെറും 42,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. വണ്ടി പക്ക കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഹോണ്ടയുടെയും ഹീറോയുടെയും യമഹയുടെയും സ്കൂട്ടേഴ്സാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി നമ്മളെ ഗോഡൗണിലിരിക്കുന്ന TVS ജൂപ്പിറ്റർ, എൻഡോർക്ക് പോലുള്ള വണ്ടികൾ നമ്മൾ ഗോഡൗണിലോട്ട് പോയിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പേ നമ്മളെ മെയിൻ ഷോറൂമിൽ, അതായത് നമ്മളെ മെയിൻ ഷോറൂം വരുന്നത് പോത്തങ്കോട് നിന്ന് വെഞ്ഞാറമൂട് പോകുന്ന റോഡിൽ കിംസ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ മെയിൻ ഷോറൂം വരുന്നത്. നമ്മൾ ഏകദേശം 10 വർഷമായിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഹോണ്ടര വണ്ടികളാണ്. ഹോണ്ടര ബൈക്ക് സെഗ്മെൻ്റാണ്. ഹോണ്ടര ബൈക്ക് സെഗ്മെൻറ്റ് സ്റ്റാർട്ടിങ് വരുന്ന വണ്ടി ഫസ്റ്റ് ഞാൻ പ്രൈസ് പറഞ്ഞു. ഇത് 2012 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 32,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഹോണ്ടയുടെ 2017 മോഡൽ യൂണിക്കോൺ ആണ്. ഇത് BS 3 മോഡലിൽ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 68,000 രൂപ മാത്രമാണ്. ഇത് 2018 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 82,000 രൂപയാണ്. ഇത് 2019 BS 6 മോഡലാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 88,000 രൂപയാണ്. അതുപോലെ തന്നെ ഒരു ഹോർണറ്റ് ഇരിപ്പുണ്ട്. ഹോർണറ്റൊക്കെ നിങ്ങൾ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുക. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, ഒരു ഓഫർ പ്രൈസ് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇനി വേറെ ഒരു വണ്ടി, സുസുക്കിയുടെ വണ്ടികളൊക്കെ താല്പര്യമുള്ളവർക്കായിട്ട് 2 സുസുക്കിയുടെ വണ്ടിയോട് നമ്മളതിലുണ്ട്. സുസുക്കി ജിക്സർ SF ആണ്. 2017 മോഡലും 2015 ലാസ്റ്റ് മോഡലുമാണ് ഈ 2 വണ്ടി. അപ്പോൾ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും 48,000 രൂപയാണ്. ഒരു 50,000 രൂപയ്ക്ക് അകത്ത് നല്ലൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് 2015 മോഡൽ ജിക്സർ. ടയർ കാര്യങ്ങളെല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. അതുപോലെ തന്നെ 2017 മോഡൽ ഡിസംബർ വണ്ടിയാണ് ഈ ഇരിക്കുന്ന ജിക്സർ SF. അപ്പോൾ അതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും 68,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. ഇതെല്ലാം ഫിനാൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മളെ ഷോറൂമിൽ എത്തേണ്ട ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ ലൊക്കേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലൊക്കേഷൻ നോക്കി ഇങ്ങനെ വന്നാൽ മതി, നമ്മളെ ഷോപ്പിൽ എത്താൻ പറ്റും. പിന്നെ നമ്മളെ ഷോപ്പ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ 10 മണി തൊട്ട് 7 മണി വരെയാണ് നമ്മളെ വർക്കിംഗ് ടൈം വരുന്നത്. അതായത് മൺഡേ ടു സാറ്റർഡേ, സൺഡേ ഓഫാണ്. മൺഡേ ടു സാറ്റർഡേ 10 മണി തൊട്ട് 7 മണി വരെയാണ് നമ്മളെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫിനാൻസ് എടുക്കാനായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ കഴിവതും ഒരു 6 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ലേറ്റായി പോകും. അപ്പോൾ ഒരു 6 മണിക്ക് മുമ്പായിട്ട് എത്താനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഫിനാൻസ് എടുക്കാൻ വരുന്ന കസ്റ്റമറാണ്, നിങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട പ്രൂഫ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കൊണ്ടുവരേണ്ട പ്രൂഫ് ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്, പിന്നെ പാൻ കാർഡ് ഇല്ലാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പാൻ കാർഡ് ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ മസ്റ്റായിട്ടും കൊണ്ടുവരിക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ജില്ലയിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആധാർ കാർഡിൽ ട്രിവാൻഡ്രം അഡ്രസ്സ് വരുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഇത്രയും പ്രൂഫ്. ഇനി മറ്റ് ജില്ലയിലുള്ള കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ അങ്ങോട്ടുള്ള കസ്റ്റമേഴ്സ്, മറ്റ് ജില്ലയിലുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൂഫിനോടൊപ്പം ATM കാർഡ് വേണ്ട, പകരം വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് വോട്ടർ ID ആയിരിക്കണം. 2 ID പ്രൂഫ്, വോട്ടർ ID, ആധാർ കാർഡ്,
ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, കറണ്ട് ബില്ലിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഈ മറ്റ് ജില്ലയിലുള്ള കസ്റ്റമർ ഇനിഷ്യലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൂഫ് നമുക്ക് അയച്ചു തരാം. നമ്മളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ പ്രൂഫ് നമുക്ക് അയച്ചു തരാം. നമ്മൾ ലോൺ എലിജിബിലിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഒരു ദിവസത്തെ കാലതാമസം ഉണ്ടാവും. നമ്മൾ എലിജിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് വണ്ടി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 22 വയസ്സ് ടു 57 വയസ്സുള്ള കസ്റ്റമേഴ്സിനാണ് നമുക്ക് ലോൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി 19 വയസ്സ് കഴിഞ്ഞ് 22 വയസ്സായിട്ടില്ല അങ്ങനെ ഒരു കസ്റ്റമറാണ് നിങ്ങളെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാളെ ഗ്യാരണ്ടറായിട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ലോൺ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. എടുക്കാൻ വരുന്ന വണ്ടി എടുക്കാനായിട്ട് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മളെ ലക്കി ഡ്രോ എപ്പിസോഡ് 1 നറുക്കെടുപ്പ് വിജയികളെ നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യും. അത് മറ്റേ കമൻറ്റ് പിക്കർ പോലത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റും 3 പേരെ മെൻഷനും ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ വിജയികളെ നറുക്കെടുക്കുന്നത്. അപ്പോൾ നമ്മളതിൽ വീക്ക്ലി വരുന്ന വീഡിയോകൾക്ക് എല്ലാത്തിനും ഓഫർ എപ്പിസോഡായിട്ട് വരുന്ന വീഡിയോക്ക് എല്ലാത്തിനും ഒരു 500 രൂപ വെച്ചിട്ട് 4 പേർക്ക് വ്യൂവേഴ്സ് ഓഫർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് നോക്കി നിൽക്കുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഗോഡൗണിലാണ്. അപ്പോൾ ഗോഡൗണിലെ കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം. വാ. അപ്പോൾ ഇതാണ് നമ്മളെ കളക്ഷൻസ്. നമ്മളതിലുള്ള മൊത്തം വണ്ടികൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 200ഓളം സ്റ്റോക്കാണ് നമ്മളതിലുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഷോറൂമിലുണ്ടായിരുന്ന വണ്ടികളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ടി വി എസിൻ്റെ സെക്ഷനിൽ തുടങ്ങാം. അപ്പോൾ ടി വി എസിൻ്റെ നമ്മൾ ഇനിയിപ്പോൾ ഒരു പുത്തൻ സ്കൂട്ടി പെപ്പ് ഇരിപ്പുണ്ട്. അതായത് വെയിറ്റ് കുറഞ്ഞ അത്യാവശ്യം നല്ല മോഡലുള്ള കോളേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള വണ്ടി ആയിരുന്നെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി 2023 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ടാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ വണ്ടിയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68,000 രൂപയാണ്. 5 ഇയർ ഇൻഷുറൻസ് വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു അടിപൊളി വണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ടി വി എസിൻ്റെ എൻഡോർക്ക് ഉണ്ട്. ഇതാണ് എൻഡോർക്കിൻ്റെ നമ്മളെ സ്റ്റാർട്ടിംഗ് മോഡൽ നമ്മളതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും 58,000 രൂപയാണ്. 2018 മോഡലാണ്. ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഷോറൂമിൽ കണ്ട വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും 42,000 രൂപയാണ്. 2023 മോഡൽ. ഇത് എൻഡോർക്കിൻ്റെ XT ടോപ്പ് എൻഡ് മോഡൽ. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,10,000. അതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഇരിക്കുന്ന വണ്ടികളെന്ന് പറയുമ്പോൾ എൻഡോർക്കിൽ നമുക്ക് ഇരിക്കുന്ന വണ്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് 98 ഇരിക്കുന്ന വണ്ടികളുണ്ട്, 92 ഇരിക്കുന്ന വണ്ടികളുണ്ട്. എല്ലാം സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ, നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യെല്ലോ ആണ് വേണ്ടെങ്കിൽ യെല്ലോ ഉണ്ട്, ബ്ലൂ ആണ് നോക്കുന്നെങ്കിൽ ബ്ലൂ ഉണ്ട്, റൈസ് എഡിഷൻ ആണെങ്കിൽ റൈസ് എഡിഷൻ അവൈലബിൾ ആണ്, പാന്തർ എഡിഷൻ ആണെങ്കിൽ അത് അവൈലബിൾ ആണ്. പിന്നെ XT പോലുള്ള മോഡൽസ് നമുക്കിത് ഈ പർപ്പിൾ കളറിൽ വരുന്ന മോഡൽ. അപ്പോൾ എല്ലാ മോഡലിലുള്ള കളേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ മൈലേജ് ഉള്ള 2 വീലറിലെ സ്കൂട്ടറാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ടി വി എസിൻ്റെ ജൂപ്പിറ്ററിൻ്റെ പ്രൈസൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ്. നമ്മളിൽ നിന്ന് എടുക്കുന്ന ജൂപ്പിറ്ററിൻ്റെ എല്ലാത്തിനും നിങ്ങൾക്ക് 5,000 റുപ്പീസാണ് ക്യാഷ് ഓഫറായിട്ട് വരാൻ പോകുന്നത്. ജൂപ്പിറ്ററിൻ്റെ ഏത് കളറോ ഏത് വേരിയൻറ്റോ ഏത് ഇയറോ ആവട്ടെ, നിങ്ങൾ ഏത് വണ്ടി എടുത്താലും നമ്മൾ ഇട്ടേക്കുന്ന ഷോപ്പ് പ്രൈസിൽ നിന്ന് 5,000 രൂപയാണ് റെഡി പേയ്മെൻറ്റ് കസ്റ്റമറിനും ഫിനാൻസിന് വരുന്ന കസ്റ്റമറിനും നമ്മൾ ഓഫറായിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കളേഴ്സും ബ്ലൂ, റെഡ്, ബ്ലാക്ക്, ബ്രൗൺ എല്ലാ മോഡൽസും ഉണ്ട്. ഇനി ഒരു 2 അടിപൊളി വണ്ടി, ക്ലാസിക് വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ 2 ക്ലാസിക്കുടെ ഉണ്ട്. ഗ്രേ, നല്ല ഹൈ ക്വാളിറ്റി അലോയ് കാര്യങ്ങളെല്ലാം വരുന്ന ഗ്രേ കളർ ജൂപ്പിറ്റർ, അതേപോലെ തന്നെ ക്രീം കളർ ജൂപ്പിറ്റർ. ഇത് രണ്ടും അവൈലബിൾ ആണ്. ഇത് 2019 വണ്ടിയാണ്. വെറും 68,000 രൂപയാണ് ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ ഇതിലെല്ലാത്തിലും ജൂപ്പിറ്റർ നമ്മളെ നിന്ന് എടുക്കുന്ന കസ്റ്റമറിന് 5,000 രൂപയാണ് ക്യാഷ് ഓഫറായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N160 ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് വണ്ടിയിൽ ഒരു അടിപൊളി ഡ്യുവൽ ചാനൽ ABS കംപ്ലീറ്റ് ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. റൈഡിങ് കംഫർട്ടൊക്കെ പക്കയാണ്. അപ്പോൾ ഈ വണ്ടി വന്നിട്ട് നമുക്ക് 2022 ഡിസംബർ ഡ്യുവൽ ചാനൽ ABS സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 1,35,000 രൂപയാണ്. ഏകദേശം 1,80,000 അടുപ്പിച്ച് ഷോറൂം പ്രൈസ് വരുന്ന വണ്ടിയാണ്. 50,000 രൂപ ലെസ് എമൗണ്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതേപോലെ പുത്തൻ 2022 നവംബർ RS 200 1,75,000 ആസ്കിംഗ് പ്രൈസ്. അതേപോലെ 1.5 ലക്ഷം രൂപയ്ക്കുള്ള RS 200. അതേപോലെ തന്നെ 2022 ലാസ്റ്റ് മോഡൽ RS 200. അപ്പോൾ ഈ സെഗ്മെൻറ്റ്, അതായത് N160 RS 200 ഒക്കെ നമ്മളിൽ നിന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഏകദേശം ഒരു 3,000 രൂപ, നമ്മൾ 3,000 to 5,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഓഫർ
ഓഫറായിട്ട് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ വണ്ടി പുതിയ RS N160 ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ. പിന്നെ ഞാൻ വേറൊരു വണ്ടിയെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അധികം അങ്ങനെ ഈ വണ്ടി പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് പൾസർ P150. നമ്മളെ പുതിയ മോഡൽ പൾസർ 150 ആണ് ഇത്, P150. അപ്പോൾ ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് 2022 ഡിസംബർ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 1,28,000 രൂപയാണ്. പഴയ മോഡൽ പൾസർ തന്നെ ഫ്രഷ് ഷോറൂമിൽ വന്നിട്ട് 1,50,000 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒക്കെ മാലിൽ റേറ്റ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 1,28,000 ആസ്കിംഗ് പ്രൈസിൽ 3,000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിങ്ക് ചെയ്യാന്നുള്ള വണ്ടികളാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബജാജിൻ്റെ വണ്ടികൾ പരിചയപ്പെടാം. ബജാജിൻ്റെ വണ്ടി പരിചയപ്പെടുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് FC മോഡൽസ് ഇരിപ്പുണ്ട്. അതായത് 2018 മോഡൽ FC വെർഷൻ 2 2 വണ്ടി നമ്മളെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 68-72 പ്രൈസിലാണ് വരുന്നത്. അതേപോലെ തന്നെ 2014 മോഡൽ നല്ല ഹൈ ക്വാളിറ്റി FC നമ്മളെ ഇരിപ്പുണ്ട്. ബ്ലൂ കളർ വണ്ടി നമ്മളെ ഇരിപ്പുണ്ട്. ഈ ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 2018 മോഡൽ തന്നെയാണ്, വെർഷൻ 2 ആണ് ഈ മോഡൽ. അപ്പോൾ ഇതൊക്കെ പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോൾ 68, 70, 72 റേഞ്ചാണ്. പിന്നെ ലോ ബഡ്ജറ്റ് ഇരിപ്പുണ്ട്. ഇതോ അവിടെ അങ്ങറ്റത്ത് നമ്മളെ ഒരു FC ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് കസ്റ്റമറിന് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ലോ ബഡ്ജറ്റ് വെറും 32,000 രൂപ മാത്രമേ ഉള്ളൂ. നല്ല പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉള്ള സ്റ്റോക്ക് കണ്ടീഷനിലൊരു വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയതിട്ട് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റും. ഇനി വേറെ 2 ലോ ബഡ്ജറ്റ് യമഹയുടെ വണ്ടി കാണിച്ചു തരാം. ഇത് ഈ 2 ഫേസറാണ്. ഇത് 2015-16 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും 38,000 രൂപയാണ് വരുന്നത്. വെർഷൻ 2 മോഡലിൽ വരുന്ന ഫേസറാണ്. അപ്പോൾ യമഹയുടെ വണ്ടികൾ നോക്കുന്നവർക്കും വണ്ടികൾ നമ്മളതിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മളതിലുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 കളക്ഷൻസ് ആണ്. അവെഞ്ചർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവെഞ്ചർ 2018 മോഡൽ 19 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 62,000 രൂപ 68,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഈ ഇരിക്കുന്ന എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 ആണ്. ഒരുപാട് പേര് നമ്മളതിൽ ചോദിക്കുന്നതാണ് 220 ഇല്ലെന്ന്. 220 ഒരുപാട് കളക്ഷൻസ് നമ്മളതിലുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം 2016 മോഡൽ. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,000 രൂപയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. അത് കഴിഞ്ഞാൽ 2017 മോഡൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 78,000 രൂപയാണ്. പിന്നെ 88-നുണ്ട്, 1,00,000 രൂപയ്ക്കുണ്ട്, 1,50,000 രൂപയ്ക്കുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ഹൈ ക്വാളിറ്റി 2021, 22 വണ്ടികൾ, 21 സോറി ഇത് 2019 ആണ്. ഇത് 21 മോഡൽ വണ്ടിയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുമ്പോൾ 1,20,000 പുതിയ വണ്ടി നമ്മുടെ പ്രൈസ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇതിനും എല്ലാം 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റും. വണ്ടിയുടെ ക്വാളിറ്റികളെല്ലാം നിങ്ങൾ നോക്കിയോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയർ ഉൾപ്പെടെ എല്ലാം നീറ്റ് കണ്ടീഷനിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടികളാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പൾസർ 150 ആണ്. പൾസർ 150 വരുമ്പോൾ 2016 മോഡൽ 15 മോഡലൊക്കെ വരുമ്പോഴത്തേക്ക് 32 രൂപ 42 രൂപ. 2021 മോഡൽ 95-ന് ഒരു നീറ്റ് പൾസർ 150 ആണ് നമ്മളതിൽ അവൈലബിൾ ഉള്ളത്. പിന്നെ 2018 മോഡൽ 180. ഇത് വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. വണ്ടിയുടെ ഫുൾ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 58,000 രൂപയാണ്. അപ്പോൾ ഈ വണ്ടി ഒന്ന് ബാക്കും ഫ്രണ്ടും ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് നമ്മളെ വ്യൂവേഴ്സിന് ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഈ വണ്ടി വന്നിട്ട് 48,000 രൂപയ്ക്കുള്ള 17 മോഡൽ വണ്ടിയാണ്. ഇത് 2015 38,000 രൂപ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നിസ്സാരം നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ അടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും വണ്ടിയുടെ ഫോട്ടോ ഇല്ലേ വീഡിയോ ഇല്ലേന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയോ 200 NS അതേപോലെ എൻക്വയറി ഉള്ള വണ്ടികളാണ് 200 NS. 200 NS എന്ന് പറയുമ്പോൾ നമ്മളതിൽ 1, 2, 3, 4, 5, 6, 7 NS ഇരിപ്പുണ്ട്. ഒരു 6 160 ഇരിപ്പുണ്ട്. 160യും 125 കൂടെ മിക്സ് ചെയ്ത് ഒരു 6 ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 72,000 രൂപയാണ്. 2018 മോഡൽ വണ്ടിയാണ്. അതേപോലെ 2022 മോഡൽ 128 പ്രൈസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 80,000 രൂപ തൊട്ടാണ് നമുക്ക് NS 200ൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. വെറും 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടികൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ വണ്ടികളെല്ലാം മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികളാണ്. എന്നിരുന്നാൽ പോലും നമ്മളെ ഡെലിവറി എടുക്കാൻ വരുന്ന കസ്റ്റമറിന് ഒരു ഫ്രീ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതോടൊപ്പം 200 NS നമ്മളെ എടുക്കുന്ന കസ്റ്റമറിന് 2,000 രൂപയാണ് നമ്മളിപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് നിലവിൽ ചെയ്യുന്നത്. ഒത്തിരി പേര് ചോദിക്കുന്ന കളറാണ് വൈറ്റ് കളർ. NSൽ വൈറ്റ് കളർ അവൈലബിൾ ആണ്, ഗ്രേ ഉണ്ട്, റെഡ് കളർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നല്ലൊരു ബ്ലൂ കളർ ഇരിപ്പുണ്ട് 200. ഇതൊക്കെ 2022 ലോ കിലോമീറ്റർ തുച്ഛമായ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ
ഓണർഷിപ്പിലുള്ള ഡ്യുവൽ ചാനൽ ABS വരുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് 2018 ഗ്രേ വണ്ടി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88,000 രൂപയാണ്. 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. ഒപ്പം 2,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് NS സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് നമ്മളെ റിഡം ചെയ്യാവുന്നതാണ്. അതേപോലെ റെഡ് കളർ, ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ബജാജിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഹയർ മോഡൽസ് നോക്കാം. ഹയർ മോഡൽസിൽ ആദ്യം നമുക്ക് നോക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഡൊമിനോർ 250 ആണ്. അപ്പോൾ ഈ വണ്ടി ഒന്ന് ഫുൾ വീഡിയോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കും. അതായത് 250 2020 മോഡൽ വണ്ടിയാണ്. അതേപോലെ തന്നെ 2019 400 ആണ് ഈ ഇരിക്കുന്നത്. 2019 400 നമ്മൾ ആസ്കിങ്. ഈ രണ്ട് വണ്ടി ഏകദേശം 1.5 ലക്ഷം രൂപയോളം വിലയുള്ള വണ്ടികളാണ്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് വന്നിട്ട് ഏകദേശം 40,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി നമ്മളെന്ന് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഏകദേശം 2022, 21, 20, 19, 18 എല്ലാ CT100 പ്ലാറ്റിനയും നമ്മളതിൽ സ്റ്റോക്കുണ്ട്. 110 CT ഇതാ ബാക്കിലിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് നമുക്കൊരു 45,000 രൂപ തൊട്ട് ഏകദേശം 68,000 രൂപ വരെയുള്ള വണ്ടികളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കാണിച്ചു കൊടുക്കുമോ, 14,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന BS6 വണ്ടിയാണ്. ഇനി നിങ്ങൾ ഏത് വണ്ടി എടുത്താലും നമ്മൾ സർവീസ് കാര്യങ്ങളെല്ലാം ഒരു ഫ്രീ സർവീസ്, വാട്ടർ സർവീസ്, മെക്കാനിക്കൽ സർവീസ് എല്ലാം ഫ്രീ ആയിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം നമ്മുടെ എൻജിൻ വാറണ്ടി, മോഡൽ കൂടിയ വണ്ടികൾക്കെല്ലാം ഒരു 1 വീക്ക് ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്യാഷ് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുന്ന യൂട്യൂബിൽ നിന്ന് 2 ലക്കി വിന്നേഴ്സിന് നമ്മൾ 500 2 പേർക്ക് കൊടുക്കും. ഈ 500 ഓഫർ എപ്പിസോഡ് നമ്മൾ എത്രണ്ണം ചെയ്യുന്നോ അത്രത്തോളം കസ്റ്റമർ. ഇപ്പോൾ 100 എപ്പിസോഡ് ചെയ്യണമെങ്കിൽ 200 പേർക്ക് നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTMൻ്റെ വണ്ടികളാണ്. KTMൻ്റെ പുത്തൻ BS6 2022, 23 RC200കളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2,30,000 രൂപയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2,25,000 രൂപയാണ്. പുതിയൊരു വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ പോകുന്ന കസ്റ്റമറിന് ഉറപ്പായിട്ടും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. എങ്ങനെ നോക്കിയാലും ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് പുതിയ വണ്ടിയിൽ നിന്നും ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം ഡ്യൂക്ക് 250 നോക്കുന്ന കസ്റ്റമറിന് നല്ലൊരു 250 നമ്മളെ കയ്യിലിരിപ്പുണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1,68,000 രൂപ മാത്രമാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 2018 മോഡലാണ്. അതേപോലെ തന്നെ 2019 മോഡൽ ഡ്യൂക്ക് 200 ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,70,75,000 രൂപയാണ്. ഈ രണ്ട് വണ്ടിയും KTMൻ്റെ സെഗ്മെൻറ്റ് നമ്മളിൽ നിന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിന് 3,000 രൂപ ക്യാഷ് ഓഫറാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ ഇതിന് നമുക്ക് ഒരു 3,000 രൂപയാണ് ഓഫർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അഡ്വഞ്ചർ എന്തേ പറയാത്തതെന്ന്. അഡ്വഞ്ചർ ഒരു സ്പെഷ്യൽ കാറ്റഗറി വണ്ടിയാണ്. അതായത് 2023 വണ്ടിയാണ്. വെറും തുച്ഛമായ കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് ഷോറൂം പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റും. 1 ലക്ഷം രൂപയാണ് നമ്മൾ ഡിസ്കൗണ്ട് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 4,40,000 രൂപ സംതിങ് ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് നമ്മൾ 3,30,000 രൂപയ്ക്ക് തരാൻ പറ്റും. വെറും തുച്ഛമായ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ BS6 വണ്ടിയാണ്. ഇത് ഈ അഡ്വഞ്ചർ 390ക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ്. അപ്പം ആരെങ്കിലുമൊക്കെ പുതിയ വണ്ടി എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു S24 അൾട്രയും കൂടെ എടുക്കാം. അപ്പോൾ ഇനി ബുള്ളറ്റിൻ്റെ കസ്റ്റമേഴ്സ് ആരും വെയിറ്റ് ചെയ്യേണ്ട. ബുള്ളറ്റ് നമ്മളതിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പഴയ മോഡൽ ഒരു വിൻറ്റേജ് ബുള്ളറ്റ് നമ്മളതിൽ ഇരിപ്പുണ്ട്. ഈ വണ്ടി ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്ത യാസിനെ. അപ്പോൾ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി 4 വർഷം പേപ്പറുള്ള വണ്ടിയാണ്. ഒരു പഴയ മോഡൽ വിൻറ്റേജ് വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് 95 രൂപ ഓഫർ പ്രൈസിൽ നമുക്ക് ഈ വണ്ടി തരാൻ പറ്റും. ഇതിപ്പോൾ പണിതൊക്കെ ഈ കണ്ടീഷനിൽ പോലും ഇല്ലാത്ത വണ്ടികൾക്കൊക്കെ 1,40,000 50,000 ചോദിക്കുന്ന സമയത്ത് ടെസ്റ്റ് കഴിഞ്ഞ് പേപ്പർ പാസിംഗ് ഉള്ള ഈ വണ്ടി വെറും 95,000 രൂപയ്ക്ക് ഓണർഷിപ്പ് ഉൾപ്പെടെ മാറി പുതിയൊരു ഇൻഷുറൻസും എടുത്ത് നിങ്ങളുടെ പേരിലാക്കി തരാം. അത് നമ്മുടെ ബൈക്ക് ഹബിൻ്റെ എക്സ്ക്ലൂസീവ് ഒരു ഓഫറായിട്ട് കൂട്ടിക്കോ. അത് കഴിഞ്ഞിട്ട് 2018 മോഡൽ ക്ലാസിക് 350 ആണ് നമ്മളതിലിപ്പോൾ ഇരിക്കുന്നത്. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെറും 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,12,000 രൂപയാണ്. ഇതിനൊക്കെ നമുക്കൊരു 2,000 ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ പറ്റും. അതേപോലെ തന്നെ ഇനി ബുള്ളറ്റിൽ ഒരു ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് 78,000 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ക്വാളിറ്റി ക്ലാസിക് 350 ആണ് നമുക്ക് തരാനുള്ളത്. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 78,000 രൂപയാണ് നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്.
ഇനി ലേറ്റസ്റ്റ് മോഡൽ ഡ്യുവൽ ചാനൽ ABS വരുന്ന ബുള്ളറ്റ് വേണമെങ്കിൽ 2023 ബുള്ളറ്റ് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1,48,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വെറും 40,000 രൂപ, 30,000 രൂപ, 20,000 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലിരിക്കുന്ന ബുള്ളറ്റുകളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ലോങ് ജേണികൾക്കൊക്കെ കംഫർട്ടായിട്ട് പോകണം, ഇച്ചിരി ഒന്ന് ക്രൂയിസിംഗ് മോഡലിൽ പോകണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് തണ്ടർബേർഡ് 350X നമ്മളതിൽ അവൈലബിൾ ആണ്. ഇത് 2019 മോഡലാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1,28,000 രൂപയാണ് നമ്മൾ ഈ വണ്ടി ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു R15 വെർഷൻ 2 മോഡൽ നമ്മളതിൽ ഇരിപ്പുണ്ട്. ഒരു ലോ ബഡ്ജറ്റിൽ ഒരു സ്പോർട്ട് മോഡ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വെറും 62,000 രൂപയ്ക്ക് നമ്മളതിൽ നിന്ന് ഈ വണ്ടി എടുക്കാൻ പറ്റും. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സർവീസ് കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്ത് പോളിഷിംഗ് എല്ലാം ചെയ്ത് പക്ക നീറ്റായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരാം. ഇനി ഹയർ സെഗ്മെൻറ്റിൽ ഒരു സ്പോർട്സ് വേരിയൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 2022 ലോ കിലോമീറ്റർ വെറും 10,000 കിലോമീറ്റർ ഓടി R15M ആണ് നമ്മളതിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1,85,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതൊരു ഓഫർ പ്രൈസ് ആയിട്ടാണ് നമ്മൾ ആ പ്രൈസ് ഇട്ടേക്കുന്നത്. പുതിയ വണ്ടി എടുക്കുന്ന കസ്റ്റമറിന് എന്താണെങ്കിലും നോക്കാൻ പറ്റിയ ഒരു വേരിയൻ്റ് ആണ് ഇത്. അതേപോലെ തന്നെ എക്സ്പൾസിൻ്റെ 4V നമ്മളതിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതും സിംഗിൾ ഓണർഷിപ്പിലുള്ള 2023 മോഡൽ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1,48,000 രൂപയാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടിയൊക്കെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമ്മളതിൽ ഇരിക്കുന്നത്. ഇനി പല വണ്ടികളും സർവീസ് വാഷിംഗ് ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ സ്റ്റോക്ക് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രം, മിനിമം നമുക്കൊരു 5,000 രൂപ, 10,000 രൂപ, 20, 30, 40 രൂപ അടച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ ഇരിക്കുന്ന എല്ലാ വണ്ടികളും. ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരാം. പിന്നെ KTM പോലുള്ള ഹയർ സെഗ്മെൻറ്റ് വണ്ടികളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് ഫിനാൻസ് വരുന്നത് 60,000 രൂപയാണ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ അത്യാവശ്യം ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമറാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ലോണ് കാര്യങ്ങളെല്ലാം പാസ്സാവും. അപ്പോൾ ട്രിവാൻഡ്രം കസ്റ്റമർ കൊണ്ടുവരേണ്ടത് 1 ആധാർ, 2 ബാങ്ക് പാസ്ബുക്ക്, 3 ATM കാർഡ്, 4 പാൻ കാർഡ്. ഇത്രയാണ് ട്രിവാൻഡ്രം കസ്റ്റമേഴ്സ് കൊണ്ടുവരേണ്ടത്. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ലോണ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഇനി മറ്റ് ജില്ലയിലുള്ളവർ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരേണ്ടത് 1 കറണ്ട് ബില്ലും 1 വോട്ടർ ID യും കൂടിയാണ്. അവർക്ക് ഒരു ദിവസത്തെ കാലതാമസം വരും. നമ്മൾ സിവിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും അവരെ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ഒരു വണ്ടിയുടെ വീഡിയോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മളത് ആ വീഡിയോ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇതിൽ കമൻറ്റ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന മാക്സിമം ഷെയർ ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് 2 പേർക്കാണ് നമ്മൾ 500 ഒരു ഗിഫ്റ്റ് വൗച്ചറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത് നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ള കസ്റ്റമർ കമൻറ്റിൽ 3 പേരെ മെൻഷൻ ചെയ്യുന്നു. മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ള 2 പേരായിരിക്കും നമ്മൾ അതിൽ നിന്നും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും വണ്ടി എടുക്കാനായിട്ടോ അല്ലെങ്കിൽ വണ്ടി കൊടുക്കാനായിട്ടോ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഇപ്പം നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ അവരെ നമ്മളെ ഷോപ്പിലോട്ട് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെഫറൽ ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു 2,000 രൂപ വരെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽസ്, യൂട്യൂബ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം ഇനി വരുന്നുണ്ട്. കാര്യം വെറുതെ ഇരുന്ന് കണ്ടുപോകുന്ന ഒരു വീഡിയോ പോലെ ആയിരിക്കത്തില്ല. എല്ലാത്തിലും വ്യൂവേഴ്സിനായിട്ടുള്ള ഇൻസെൻറ്റീവ്, ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഗിഫ്റ്റ് എമൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.